നമ്മളെ ഷെമീറല്ലേ വരുന്നത്? അതെ, സെമീറാണല്ലോ. അലൈക്കും അസ്സലാം. സെമീറ ഇരിക്കടാ. നല്ല മഴ. അതെ, നല്ല മഴ 2-3 ദിവസമായി തുടങ്ങിയിട്ട്. ഇപ്പൊ ഇവിടെ ഇല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പോയതാ. എന്താണ് ഇപ്പൊ പ്രത്യേകിച്ച് കല്യാണം പറയണമെന്ന് ചെന്നതാ. ആരാ? നിന്റെ അനിയന്റെ? എല്ലാ നിന്റെ? അതൊക്കെ ഒരു കഥ. അന്റെ കല്യാണം അല്ലടാ, 1 വർഷം മുമ്പ് നടന്നു. ഞാൻ ആ നിക്കാവ് വേദിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒരു കഥ. എന്ത് കഥ? ആ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടില്ലായിരുന്നു? എന്ത് ഗംഭീര കല്യാണം അല്ലായിരുന്നു? ഈ 4-5 കൊല്ലം മുമ്പ് പ്രണയം തുടങ്ങിയതാണെന്നല്ല പറഞ്ഞിരുന്നത്. പ്രണയിച്ചിട്ടൊക്കെ എന്നെ കെട്ടിയത്. ഇതിപ്പോ എന്താ പറയാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങൾ നമ്മ മനസ്സിലാക്കുന്നു. അപ്പൊ എന്തുണ്ടായി? വിശദാക്കി പറയേ. എന്നിട്ടിപ്പൊ എന്തായി? അത് റഹ്മാനക്ക, പ്രേമിക്കുമ്പോഴൊക്കെ നല്ല ഉഷാറായിരുന്നു. അതിന്റെ ഉഷാറിന്റെ കഥ കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ല മനസ്സിലാവും. എന്തുണ്ടായി? വിശദമായി പറയടാ. കൂടുതൽ എന്താ പറയല റഹ്മാനക്ക, ആ കുട്ടി MDM ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ പുറത്തൊക്കെ പോയി പഠിച്ച കുട്ടികളല്ലേ, ഇപ്പോഴത്തെ കാലം അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇപ്പൊ ഇത് ചക്കൊന്നുമല്ലല്ലോ നമുക്ക് ചൂന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ അതാണ്ട് മേൽന്ന് ഒഴിവായി. ഇനിയിപ്പോ ഈ രണ്ടാമത്തെ ഇതിപ്പോ എവിടുന്നാണ് ശരിയായുള്ളത്? ഇത് കുടുംബത്തിൽ നിന്ന് തന്നെ. എന്തായാലും 26-ാം തീയതിയാണ്. ഞാൻ അടുത്ത ദിവസം ഫസ്റ്റ് ഞാൻ പോവുകയും ചെയ്യും. കഞ്ഞിക്കത് ഇതാക്കിയ പോലെ ഇത് ഉഷാറൊക്കെ തരും ഇങ്ങനെ താത്തി വന്നിട്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ തന്നെ എത്തും. അസ്സലാമു അലൈക്കും അസ്സലാം. ഓക്കേടാ, സന്തോഷം. അല്ലട സെമീറെ, ഇത് പഴയതുപോലെ ഇനിയും ആവില്ലല്ലോ? നല്ലപോലെ അന്വേഷിക്കുകയൊക്കെ ചെയ്തില്ലേ? ആടാ വേണക്കാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചക്കൊന്ന പോലെ ചൂന്ന് നോക്കാം. നല്ലതായി നടക്കട്ടെ. എന്താ അലേക്കാ, പാവം പയ്യൻ. ഒരു കല്യാണം കഴിഞ്ഞു, അത് ശരിയായില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ എന്താ അല്ലേ ഇങ്ങനെ? ഇതിനൊക്കെ നമ്മളെ കാലം എന്തായിരുന്നു കല്യാണം, എന്തായിരുന്നു പ്രണയം? അന്നൊരു MDM ഇല്ല, ഒരു കഞ്ചാവും ഇല്ല. സുഹൃതം ചെയ്തൊരു കാലമായിരുന്നു. ഇനിയുണ്ടാകുമോ ആ സുന്ദരമായ നിമിഷങ്ങൾ, ആ മനോഹരമായ സുഹൃത്തും ചെയ്ത കല്യാണങ്ങൾ? കാത്തിരിക്കാം.